ഫ്രണ്ട്സ്, നമ്മൾ ഇന്നുള്ളത് ഒരു അടിപൊളി അഡ്വഞ്ചർ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ കല്ലുകളും പാറക്കെട്ടുകളും വഴുക്കുള്ള കല്ലുകളും മുള്ളുകളും നല്ല വള്ളിച്ചെടികളും നല്ല കൂറ്റൻ വള്ളിച്ചെടികളും പിന്നെ കുത്തി ഒലിക്കുന്ന വെള്ളമൊക്കെ ഉള്ള ഒരു വെള്ളച്ചാട്ടത്തിലാണ്. അപ്പം ഇത് നമ്മുടെ സ്വന്തം കണ്ണൂർ ജില്ലയിൽ മാടായിപ്പാറയിൽ പടിഞ്ഞാറ് വശത്തോട്ടുള്ള ഒരു സ്ഥലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മാടായിപ്പാറയിലേക്കുള്ള യാത്ര നമ്മൾ നേരത്തെ തുടങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പഴയങ്ങാടി പാലത്തിന് മുകളിലാണ്. അപ്പോൾ പഴയങ്ങാടി പാലത്തിന് ശേഷം അവിടെ ഒരു ടൗണ് വരും. അപ്പോൾ നമുക്ക് ടൗണും കൂടി നോക്കാം. നമ്മുടെ പഴയങ്ങാടി ടൗൺ എത്തിയിട്ടുണ്ട്. അപ്പം ടൗണിന് ശേഷം നമ്മൾ എരിപുരം ജംഗ്ഷനിലോട്ടേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ്. അപ്പോൾ എരിപുരം ജംഗ്ഷനിലെത്തുമ്പോൾ ലെഫ്റ്റ് റോഡ്, അതായത് പോലീസ് സ്റ്റേഷനുള്ള റോഡിൽ നേരെ നമ്മൾ കയറാണ്. ഇതിൽ നേരെ പോയാൽ നമ്മുടെ മാടായിപ്പാറ എത്തും. അപ്പോൾ നമ്മൾ മാടായിപ്പാറ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ട സൈഡിലേക്കൂടെ വഴിയിലേക്കൂടെ പോയാൽ നമ്മൾ വാദിഹുദ അക്കാദമി എത്തും. അപ്പോൾ നമ്മൾ നേരെ പോകുമ്പോൾ നമ്മുടെ മാടായിപ്പാറ എത്തിയിട്ടുണ്ട്. മാടായിപ്പാറ വടുകുന്ത ശിവക്ഷേത്രത്തിൻ്റെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നിരപ്പായ റോഡാണ്. ഇപ്പം ഒരു കുഴിയോ ഒന്നുമില്ലാത്ത നല്ല റോഡാണിപ്പോൾ. നമ്മൾ ക്ഷേത്രത്തിനടുത്തെത്താറായി. ഇതാ നമ്മുടെ ഇനി നേരെ കാണുന്ന ലെഫ്റ്റിലേക്കുള്ള റോഡ് പോയാൽ നമ്മുടെ ക്ഷേത്രം എത്തി. അപ്പം ഉപ്പാരപ്പുരം ഞാൻ എൻഫീൽഡ് ആട്ടോ പോകുന്നത്. അപ്പം നമ്മൾ ക്ഷേത്രത്തിന് സൈഡിലായിട്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്തു ശേഷം നമ്മൾ നമ്മുടെ ക്ഷേത്രം കാണാൻ നല്ല സ്ഥലമുണ്ട് കേട്ടോ. രാവിലെ സമയത്ത് അവിടെ നല്ല ചായയൊക്കെ കിട്ടും. പിന്നെ നമുക്ക് പോകേണ്ടത് റൈറ്റ് സൈഡിലാണ്. നമ്മളിപ്പം ക്ഷേത്രം കാണണമെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിലോട്ടേക്കാണ് പോകേണ്ടത്. അപ്പം നേരെ പോയാൽ കുളമുണ്ട് കേട്ടോ. ആ കുളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് നോക്കിയാലും അത് വറ്റിയിട്ട് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. ഇതിപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ തന്നെ കുളം കേട്ടോ. അപ്പം മഴക്കാലത്ത് ഈ മാടായിപ്പാറയുടെ പുറം ഭാഗം നല്ല ഉഗ്ര സ്ഥലമായിരിക്കും, നല്ല പച്ചപ്പായിരിക്കും, നിരപ്പായ സ്ഥലമാണ്. ഇപ്പം പച്ച പരവതാനി വിരിച്ച പോലെ ഉണ്ടാവും. ഇപ്പം നമ്മുടെ കുളത്തിൻ്റെ അടുത്തെത്തി. കുളം നല്ല അടിപൊളി തെളിഞ്ഞ വെള്ളമുള്ള കുളമാണ്. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടേക്ക് വരുന്നുണ്ട്. ദേശാടന കിളികളും പിന്നെ പക്ഷികളും പിന്നെ പശുവും ഒരുപാട് മൃഗങ്ങൾ ഇതിനെ ആശ്രയിക്കുന്നുണ്ട് വേനൽക്കാലത്തൊക്കെ. ഇപ്പം നമ്മളിപ്പോൾ കാണുന്ന സ്ഥലം ഒന്നുമില്ല, നമ്മൾ കാണുമ്പോൾ ശൂന്യമായിട്ട് കിടക്കുന്ന സ്ഥലം. പക്ഷെ ഇവിടെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരുപാട് സസ്യങ്ങളും ജീവജാലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇവിടെ നല്ല പച്ചപ്പുണ്ട്, പരന്ന സ്ഥലമാണ് ഇവിടെ. മഴക്കാലത്തൊക്കെ പ്രത്യേകിച്ച് അടിപൊളിയായിരിക്കും കാണാൻ, നല്ല വ്യൂ ഉണ്ടായ സ്ഥലമായിരിക്കും ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ്റെ അടുത്തെത്താറായി. അധികം പേർക്കും ഡൗട്ട് തോന്നുന്ന സംഭവം തന്നെ ഇത് നമ്മൾ ഒരുപാട് മുൾച്ചെടികളും പൊന്തക്കാടിൻ്റെ ഒക്കെ ഇടയിലാണ്. ഫസ്റ്റ് നമ്മൾ പോയ വഴിയായത്. പക്ഷേ ഇതല്ല സംഭവം. ഇവിടെ ഒരുപാട് സ്റ്റെപ്പ് കാണും. ഇവിടെ നേരെ പോയാൽ ആൾക്കാർ നടന്ന് വരുന്ന വഴിയെത്താം. പക്ഷേ നമുക്ക് പോകാനുള്ളത് കുറച്ച് തെക്ക് ഭാഗത്തോട്ടാണ്. നമ്മൾ പോയ സമയത്ത് ഇവിടെ എവിടെയോ കണ്ടത്, എത്താറായി തോന്നുന്നു. ഇവിടെ
ആ കാണുന്ന സംഭവത്തിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഉള്ളത്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. ഞാൻ ഇതുവരെ അതിൻ്റെ ഉള്ളിൽ കണ്ടിട്ടില്ല. അപ്പം ഇനിയാണ് നമ്മുടെ വള്ളിപ്പടർപ്പുകളും മുൾച്ചെടികളൊക്കെ തുടങ്ങുന്നത്. ഇവിടെ ഒരുപാട് ജീവികളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഉള്ളോട്ടേക്ക് പോകുന്നോറും ജീവികളുടെ സൗണ്ട് നമുക്ക് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. മുള്ളൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് പോകാൻ. എൻ്റെ മേത്തൊക്കെ ഒരുപാട് മുള്ള് തറച്ചു. പക്ഷേ ഞാനൊന്നും അത് കാര്യമാക്കി എടുത്തില്ല. നമ്മൾ ഉള്ളിലേക്ക് എടുത്തുമ്പോൾ കുറച്ചും കൂടി ഡാർക്കായിട്ട് വരികയാണ്. അപ്പം ഉള്ളിലോട്ടേക്ക് പോകുന്നോറും തണുപ്പ് കൂടും കേട്ടോ. നല്ല തണുപ്പുള്ള സ്ഥലം, ഫ്രഷ് എയർ വരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ചെറുതായി മഴ പെയ്യുന്നുണ്ട്. അപ്പം നല്ലൊരു ട്രിപ്പാണെന്ന് വിചാരിക്കുന്നു. ഇതിപ്പം നമുക്ക് കണ്ടാൽ കണ്ണൂർ ജില്ലയാണെന്നോ മാടായിപ്പാറയാണെന്നോ ഒന്നും മനസ്സിലാവില്ല. ഇപ്പം നമ്മൾ ഇവിടത്തേക്ക് വന്നിട്ടുള്ളത് ഉച്ച കഴിഞ്ഞിട്ടുള്ളൊരു സമയമാണ്. എന്നിട്ട് നിങ്ങൾ കണ്ടില്ലേ, ചില സ്ഥലത്ത് മാത്രമേ സൂര്യപ്രകാശം വരുന്നുള്ളൂ, അത്ര ഡാർക്കാണ്. ചില ഹോൾസിലേക്കൂടെയൊക്കെ നമുക്ക് ആകാശം കാണാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടത്തേക്കൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഴജന്തുക്കളും പുഴുക്കളും ജീവജാലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റാത്തത്ര ചെറിയ ജീവജാലങ്ങൾ വരെ ഉണ്ടാകും. അപ്പം ചുരുട്ടമണ്ഡലി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവാനുള്ള ഒരു സംഭവമാണ്, ഒരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും നടക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. മലയാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുത്തിയൊലിക്കുന്ന വെള്ളവും പിന്നെ നല്ല വഴുക്കുള്ള കേട്ടോ പാറക്കല്ല്. അതുകൊണ്ട് വഴുതി വീഴാതെ ശ്രദ്ധിക്കണം. താഴേക്ക് പോകുന്നവരെ നമുക്ക് ഒരുപാട് വഴികൾ കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾ നല്ല വഴികൾ തന്നെ ചൂസ് ചെയ്യുക. അതായത് ഡേഞ്ചർ കുറക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്തായാലും ഏത് വഴിയിൽ കൂടെ പോയാലും അടിവശത്തുള്ള ചതുപ്പ് സ്ഥലത്തേക്ക് തന്നെ എത്തുക. പിന്നെ ഇവിടെയൊക്കെ നല്ലോണം വെള്ളം വരുന്നുണ്ട്.
പിന്നെ അത്യാവശ്യം ആഴമുള്ള സ്ഥലമാണ് കേട്ടോ. ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ അരയോളം മുട്ടോളമൊക്കെ വെള്ളമുള്ളതാണ്. വേണമെങ്കിൽ നമുക്ക് മുങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം. അത്ര ശുദ്ധമായ വെള്ളമാണ്. ഇപ്പം നമ്മൾ ഇതിലെ കൂടി യാത്ര ചെയ്യുമ്പം തന്നെ നമുക്ക് വെള്ളം, അതായത് പാറക്കെട്ടിൽ നിന്ന് ഒലിക്കുന്ന വെള്ളം നമുക്ക് കിട്ടിയാൽ അത് നമുക്ക് കുടിക്കുകയും ചെയ്യാം. ശുദ്ധമായ വെള്ളമാണ്. ഇങ്ങനെ താഴോട്ട് പോകുന്നോറും കുഴികളും ആഴമുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഇന്ന് നമ്മൾ ഇവിടുന്ന് കുളിക്കാൻ പറ്റുന്നില്ല. കുറച്ചും കൂടി താഴോട്ടേക്ക് നമുക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ താഴോട്ടേക്ക് പോകാണ്. ഇപ്പം നമ്മളുള്ളത് മാടായിപ്പാറയുടെ പടിഞ്ഞാറ് വശത്ത് ഒരു ചെറിയൊരു സ്ഥലമാണ്. ഞാൻ ഒരു 2-3 പ്രാവശ്യം ഇവിടേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഇവിടെ കുറേ ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ ഉണ്ടെന്നൊന്നും ഞാൻ ഇതുവരെ അറിയില്ല. അപ്പോൾ ഇവിടെ കുറേ ട്രക്കിങ്ങിനും എല്ലാം പറ്റിയ സ്ഥലമാണ്. ചീക്ക് പിന്നെ അങ്ങനെ കുറേ ക്യാമ്പുകൾ ഇവിടെ നടന്നിട്ടുണ്ട്. പൂമ്പാറ്റകളെ കൊണ്ടും സസ്യങ്ങളെ കൊണ്ടും പക്ഷികളെ കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ എല്ലാവർക്കും ഒരു ചെറിയൊരു ട്രക്കിങ്ങിൽ നിന്ന് പറഞ്ഞ് വരാൻ പറ്റുന്ന സ്ഥലമാണ്. മാടായിപ്പാറയുടെ
പടിഞ്ഞാറ് വശത്താണ് ഇതുള്ളത്. അപ്പോൾ ചെറിയൊരു അഡ്വഞ്ചർ മൂഡുള്ളവർക്ക് ഇവിടേക്ക് വന്നിട്ട് ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു നല്ല സ്ഥലമാണ്. മഴക്കാലത്തൊക്കെ ഇവിടെ നല്ല വെള്ളച്ചാട്ടം ഉണ്ടാവാറുണ്ട്. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഒരു കിളീനെ കണ്ടിട്ടുണ്ട്, വെള്ള കളറ്. അതിവിടെ എവിടെയോ ഒളിച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് നോക്കാം അതിനെ. അതിപ്പോൾ പോവേ, അത് ആ പാറൻ്റെ അടക്കുണ്ട്. എന്നാ ഇപ്പം പോവേ. ഇവിടുത്തത് അതെ 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 വന്ന ഇതാണ് ഫ്രണ്ട്സ്. ഇപ്പം മാടായിപ്പാറയിൽ ഒരുപാട് നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ഒരുപാട് കിളികളെ കണ്ടിട്ടുണ്ടായിരുന്നു. മുമ്പ് കാണാത്തതും നമ്മളിപ്പോൾ കാണുന്നതായ കിളികളും പിന്നെ പശുവൊക്കെ കുറേ ഉണ്ടായിരുന്നു. ഇതുപോലെ നമ്മൾ അഡ്വഞ്ചറായിട്ട് ട്രിപ്പ് ചെയ്യുമ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പായി വരും. അപ്പം കുട്ടികൾക്കൊക്കെ ധൈര്യം പകരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ചെറിയ കുട്ടികൾ ഈ സ്ഥലം അഡ്വഞ്ചർ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് ചെറിയ കുട്ടികൾ മുതിർന്നവരെ കൂട്ടി തന്നെ പോകാൻ ശ്രദ്ധിക്കുക. ഒരു അടിപൊളി സ്ഥലമാണ്. പറ്റുന്നവരെല്ലാവരും വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുമ്പോൾ ചതുപ്പ് നിലം എത്തുമെന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ചതുപ്പ് നിലങ്ങൾ. ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നതേ ഉള്ളൂ. ഇവിടെ കൂടെ നടക്കാൻ കുറച്ചും കൂടി ഈസിയാണ്. പിന്നെ ചതുപ്പ് നിലങ്ങളിൽ മാത്രം വളരുന്ന ആറ്റുകൈത, പിന്നെ നീർക്കൂവ, അങ്ങനെയുള്ള സസ്യങ്ങളൊക്കെ ഇവിടെ വളരുന്നുണ്ട്. ഇവിടെയുള്ള അധിക സസ്യങ്ങളും വാട്ടർ പ്യൂരിഫൈ ചെയ്യുന്ന സസ്യങ്ങളാട്ടോ. പിന്നെ വെള്ളത്തിലുള്ള വിഷാംശമൊക്കെ ശുദ്ധീകരിക്കുന്ന സസ്യങ്ങളും ഉണ്ട്. ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ നമ്മൾ നടക്കുന്ന സമയത്ത് പൂമ്പാറ്റകൾ നമ്മുടെ ചുറ്റും തന്നെ പാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ വരുന്ന വഴിക്ക് ഒരുപാട് പൊന്തകൾ കണ്ടിട്ടില്ലേ? ആ സ്ഥലമാണ് മാടായിപ്പാറയുടെ പടിഞ്ഞാറ് വശത്തുള്ള പൊന്തകൾ ശലഭോദ്യാനം എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. അതായത് ബട്ടർഫ്ലൈ പാർക്ക് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. പകൽ സമയത്ത് നല്ല വെയിലുള്ള സമയങ്ങളാണെങ്കിൽ നമ്മൾ അതായത് ആരും കാണാത്ത പൂമ്പാറ്റകൾ വരെ നമുക്ക് കാണാൻ പറ്റും. വെയിലുള്ള സമയങ്ങളിൽ പൂമ്പാറ്റകൾ ആ സ്ഥലങ്ങളിൽ നിന്ന് പാറി കളിച്ചുകൊണ്ടേയിരിക്കും. ഒരുപാട് പൂമ്പാറ്റകൾ നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റും.
നമ്മുടെ ഈ യാത്ര തുടക്കം കുറിച്ച പൊന്ത മുതൽ ഈ താഴെ വരെ നമ്മൾ കുത്തനെ കീഞ്ഞു, അതായത് ഇറങ്ങി. അപ്പോൾ ഇനി അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് കയറണം. അതുകൊണ്ട് നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം തിരിച്ച് കയറാൻ. ഈ പാറക്കെട്ടുകളെയും വെള്ളത്തിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ കയറേണ്ടത്. ഇനി നമ്മൾ അത്രയും മുകളിലേക്ക് വരെ കയറണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വഴുക്കാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പാറയുടെ മുകളിലേക്ക് കയറുന്ന സമയത്ത് നല്ലോണം വഴുക്കുണ്ടാകും. പിന്നെ ചില സമയത്ത് നമ്മൾ വന്ന വഴി ഒരുപാട് പാറ കൊണ്ട് നമുക്ക് വന്ന വഴി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം തിരിച്ച് കയറാൻ. നമ്മൾ ചതുപ്പ് നിലങ്ങളിൽ നിന്ന് മുകളിലേക്ക് നടന്ന് തുടങ്ങി എത്താറായി. നമുക്ക് ചെറുങ്ങനെ സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂർത്ത കല്ലുകളും വേരുകളും കൊണ്ട് കാല് കുത്തി വേദനയാവാൻ, തടഞ്ഞു വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ നടക്കുക. പിന്നെ നമ്മൾ മുകളിലേക്ക് എത്തി വരുമ്പോൾ സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്നുണ്ട്. നമുക്ക് മാടായിപ്പാറയിലേക്ക് തിരിച്ചെത്താൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് മാടായിപ്പാറയെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല നീല കളറാണ്.